നമസ്കാരം. നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നമ്മളുടെ എൻ്റയർ മനുഷ്യരാശിയിൽ സംഭവിക്കുന്ന പ്രാർത്ഥന, സ്പിരിച്വാലിറ്റി, എത്തിസം ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പല വിശ്വാസത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലി അല്ലെങ്കിൽ ഭക്തി, വിശ്വാസം എന്നൊക്കെയുള്ള മേഖലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ, ഈ ഒരു പ്രോസസ്സിനെ തന്നെ, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങളെ കുറിച്ചാണ്. ആ മാർഗങ്ങൾ എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗഹനമായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രം, ഞാൻ പറയുന്ന കൂട്ടത്തിൽ കേട്ടു പോയിട്ട് കാര്യമില്ല. ഗഹനമായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് ലോജിക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ലോജിക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ കുറെ ദൈവങ്ങളുടെ വിശ്വാസി ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടും അർത്ഥമൊന്നുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്താന്നുള്ളത്, ലോ ഓഫ് അട്രാക്ഷന്റെ സെൻസ് മനസ്സിലാക്കിയിട്ട് പോയെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ ആഗ്രഹിക്കുന്ന എല്ലാം നേടാനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വിഡ്ഢിത്തരം ആണ് വിശ്വസിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്ന എല്ലാം നേടാൻ കഴിയും ലോ ഓഫ് അട്രാക്ഷൻ സെൻസ് മനസ്സിലാക്കിയ. അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആഗ്രഹം നേടാനുള്ള കാര്യമാണ് എന്നാണ് ധരിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ അബദ്ധം. അപ്പം നമ്മളിതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസസിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടി മെത്തേഡാണ്. ഫസ്റ്റ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആത്മശക്തിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ ഡിസൈൻഡ് ആയിട്ട് പോകുന്നു, നിങ്ങളുടെ പരിധിക്കനുസരിച്ച് പോകുന്നു. ഈ ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ എൻ്റെ ലൈഫിലും പ്രാക്ടീസ് ചെയ്ത് വരുന്നതും, ഞാൻ അന്ന് മുതൽ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ, മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പം ഞാൻ അതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി വന്നപ്പോൾ അതിനെ ഞാൻ ഒരു പേരിട്ട് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. ഫസ്റ്റ് പാർട്ടി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. നമ്മളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായതിനും കാരണം നമ്മുടെ നിലവിലുള്ള സ്വഭാവമാണ്, നമ്മുടെ സ്വാധീനങ്ങളാണ്, നമ്മുടെ വാസനകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാസനകളും സ്വാധീനങ്ങളും നമ്മളിൽ ഇപ്പോഴും ചെലുത്തുന്നുണ്ടെങ്കിൽ അതിലെ മാറ്റേണ്ടതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ എന്ത് മാറ്റണം എന്നുള്ളത് ആ വ്യക്തിയുടെ ലൈഫിൻ്റെ കർമ്മയിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്. എൻ്റെ ക്ലാസ്സുകളിൽ, അല്ലെ എൻ്റെ ബേസിക് ക്ലാസ്സുകളിൽ ഒരു കൗൺസിലിംഗ് സെഷൻ വെച്ച് വ്യക്തികളോട് സംസാരിച്ച് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം നമ്മൾ അവർ ചെയ്യേണ്ട കുറച്ച് പ്രാക്ടീസ് മെത്തേഡ്സ് നമ്മൾ കൊടുത്തു. അപ്പം ഇത് ഒരു വ്യക്തി കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അതായത് ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണം, പ്രാക്ടീസസ് കൃത്യമായിട്ട് ചെയ്യണം. അതിൽ പറയുന്നത് ഇപ്പൊ സൈക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് തന്നെ ജീവിക്കുകയും വേണം. ഓക്കെ, അങ്ങനെ ജീവിച്ച് അതൊരു നാച്ചുറൽ നേച്ചർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് ഡിസൈൻഡ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അതൊരു പക്ഷെ ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ 3 ദിവസത്തെ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രം. ഇനി രണ്ടാമത്തെ കാര്യമാണ് സെക്കൻഡ് പാർട്ടി മെത്തേഡ്. സെക്കൻഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയാണ് ഒരു വ്യക്തി അവനവൻ്റെ ആത്മശക്തിയെ ഉദ്ധരിക്കാൻ, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ കടന്നു പോകും. സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഹെൽപ്പും കൂടെ അവർ എടുക്കുന്നു. വേറൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, മന്ത്രജപം, ചാൻഡിങ്, ഇങ്ങനെയുള്ള പല രീതിയിലൂടെ ധ്യാനം കൂടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അതായത് ഒരു മീഡിയേറ്ററിന്റെ സപ്പോർട്ടോടുകൂടി, ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ വിശ്വാസത്തിൽ പറയുന്ന ദൈവങ്ങളെയല്ല പറയുന്നത്.
മീഡിയേറ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ്, ഒരു മാർഗം സ്വീകരിച്ചു പോകുന്നു. അപ്പൊ അതിൽ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം, യോഗ ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ യോഗയുടെ തന്നെയും മെഡിറ്റേഷന്റെ തന്നെയും പല വിഭാഗത്തിൽ പോകുന്നവരുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന വ്യക്തികൾ, ഈ രീതിയിൽ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ ഒരു സെക്കൻഡ് പാർട്ടി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ടി മെത്തേഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളും അവർക്ക് തോന്നുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇത് അവർ ലൈഫ് ലോങ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യമുണ്ടായി എന്നും നിത്യപരിശീലനം ഇതിൽ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ചെറിയ രീതിയിൽ ഇതിൽ വ്യത്യാസം, അവരുടെ ഊർജത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയുള്ളൂ. കാരണം ഈ പറയുന്ന മെഡിറ്റേഷൻ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, മന്ത്രം ജപം ആയിക്കോട്ടെ, ഇതിൽ ഏത് മാർഗം സ്വീകരിച്ചാലും അൾട്ടിമേറ്റ്ലി ആ വ്യക്തി ലൈഫിൽ എടുക്കുന്ന, അതായത് ഫസ്റ്റ് പാർട്ടിയിൽ നമ്മൾ പറയുന്ന ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരണം, ഗുണമേത് സുഖമേതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകണം. ആ ബോധത്തിൽ ഇത് ഈ പറയുന്നതിന്റെ ഒരു ഡബിൾ എഫക്റ്റ് കിട്ടും. മനസ്സിലായി? ഇത് രണ്ടിന്റെയും കൂടെ ഒരു എഫക്റ്റ് എന്തെങ്കിലും ലഭിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് അതിനെ സെക്കൻഡ് പാർട്ടി മെത്തേഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ആ സെക്കൻഡ് പാർട്ടി മെത്തേഡിലാണ് ലോകത്തുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാരും ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പല രീതിയിൽ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഇപ്പം പറഞ്ഞില്ലേ, ആൾക്കാർ ഇതിനെ കാണുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വർഷങ്ങളായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് ഇമോഷണലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കർമ്മയ്ക്കനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും എടുക്കുന്നതെങ്കിൽ, നിങ്ങളെ സ്റ്റിൽ കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മയാണ്. അപ്പൊ ഈ പറയുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അത് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഫലമൊന്നും ലഭിക്കണമെന്നില്ല. പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പലതും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ എടുക്കുന്ന നമ്മുടെ ഫസ്റ്റ് പാർട്ടിയിൽ എടുക്കേണ്ട ആ സംഗതിയിലേക്ക് പോകാത്തത് കൊണ്ട്, അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ സെൻസ് ചെയ്യാൻ പറ്റണം, ഒബ്സർവ് ചെയ്യാൻ പറ്റണം, അതിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റണം എന്നുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം, അതിൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരിക്കലും ഇമോഷൻസിന്റെ പുറത്താകാത്ത രീതിയിൽ, മറ്റു വ്യക്തിയുടെ സ്വാധീനം ഇല്ലാതെ സ്വന്തം ലൈഫിന്റെ കൺട്രോൾ അവനവന്റെ തീരുമാനത്തിൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്പം ഇത് ചെയ്താലും ഇതെടുത്തെങ്കിലേ ഫലം കിട്ടൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പഴയത് തന്നെയാണെങ്കിൽ, പണ്ടത്തെ സ്വഭാവത്തിനനുസരിച്ചാണെങ്കിൽ മാറ്റം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അടുത്തത് മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി വേറൊരു വ്യക്തിയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അങ്ങനെയാണ് ഈ പറയുന്നത് ഹീലിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഹീലിംഗ് നിങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഹീലർ, അതിപ്പോ പല രീതിയിലുള്ള സ്പിരിച്വൽ ഹീലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റേക്കി ഹീലേഴ്സ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഹീലിംഗ് മെത്തേഡ്സ് നമുക്ക് ഉണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അങ്ങനെ പലതും. അപ്പൊ ഈ പറയുന്ന പല രീതിയിലുള്ള ഹീലിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്. അപ്പൊ ഈ തേർഡ് പാർട്ടി സർവീസസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ വ്യക്തി, ഈ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം അല്ലെങ്കിൽ ആ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. അപ്പോഴും എന്താണ്, ഈ പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നില്ല, അയാളുടെ ബ്രെയിൻ പാത്വേയിൽ വ്യത്യാസമില്ല, ന്യൂറൽ പാത്വേയിൽ വ്യത്യാസമില്ല വരുന്നത് കൊണ്ട് അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എല്ലാം പഴയത് തന്നെ ആയിരിക്കും. അതായത് അവരുടെ എനർജിയിൽ അടിഞ്ഞുകൂടിയ ചില ബ്ലോക്കേജുകളെ കുറച്ച് നേരത്തേക്ക് മാറും. പക്ഷെ അത് എങ്ങനെ പിന്നെയും കൂടുന്നത്, അവർ പിന്നെയും ജീവിക്കുന്ന ജീവിതം അവരുടെ ന്യൂറൽ പാത്വേക്കകത്ത് യാതൊരു ചേഞ്ചുമില്ല, വ്യത്യാസവുമില്ല. എനർജിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ പറയുന്ന ഏത് ഹീലിംഗ് മെത്തേഡാണെങ്കിലും ആധാര ചക്രങ്ങളിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജിനെ സെൻസ് ചെയ്ത്, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹീലിംഗ്, അതിലുള്ള വേരിയേഷൻസ്, ആ ബ്ലോക്കേജിനെ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും ഒരു വ്യക്തി എടുക്കുന്ന ഡിസിഷൻ ബ്രെയിൻ പാത്വേ, ന്യൂറൽ പാത്വേ, ജനറേഷനകത്ത് യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും ആ വ്യക്തി എടുക്കുന്ന തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അയാളുടെ പഴയ സ്വഭാവത്തിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും, പിന്നെയും ബ്ലോക്കേജ് വരും, പിന്നെയും ഈ പറയുന്ന സർവീസുകളെല്ലാം എടുക്കേണ്ടി വരും. അപ്പം മനസ്സിലാക്കുക, ഫസ്റ്റ് പാർട്ടി മെത്തേഡ് ഉപയോഗിക്കുന്നവരുണ്ട്, സെക്കൻഡ് പാർട്ടി മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും തേർഡ് പാർട്ടിയും ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഹൈ വൈബ്രേഷൻ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് പാർട്ടി മാത്രം ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റി ഉണ്ടാവണം, അത്രയും ഫയർ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർക്ക് ഫസ്റ്റ് പാർട്ടിയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത്രയും മനക്കട്ടിയുള്ളവർക്ക്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് പറ്റുള്ളൂ.
അത്ര മനക്കെട്ടിയൊന്നും ഇല്ലാത്തവരാണ് ഈ പറയുന്ന പോലെ സെക്കൻഡ് പാർട്ടിയിലേക്ക് പോകുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ടി പോകുമ്പോഴും അവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ഈ പറയുന്ന ഇമോഷണൽ സാധനമാണെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടത്തരക്കാരുടെ കാര്യം പറയുന്ന പോലെ അല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതും ഇല്ല എന്ന് പറയുന്ന പോലെ. പട്ടിണി കിടന്നെയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്നാൽ നന്നാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ. പിന്നെ ഇപ്പുറത്തെ ഹീലിംഗ്, ഇപ്പൊ ഹീലിംഗിലേക്ക് പോകുമ്പോൾ എന്താ, ഹീലിംഗ് മോശമാണെന്നോ ഹീലിംഗ് കൊണ്ട് ഫലമില്ലെന്നോ അല്ല പറയുന്നത്. പക്ഷേ അത് ഹീലിംഗ് മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറയുന്ന ആർക്കാണോ ഹീലിംഗ് വേണ്ടത് അവരതിന്റെ അടുത്ത ലെവലിലോട്ട് പോകാനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ന്യൂറോൺസിൽ വ്യത്യാസം വരുത്തണമെന്നുള്ള ആഗ്രഹങ്ങളോ അങ്ങനെയുള്ള കാര്യം അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അവർക്ക് എന്ത് വേണം, അവർക്ക് എന്നും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലും ഹീലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെറിയ 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 ബ്ലോക്കേജ് മാറ്റാൻ പറ്റത്തുള്ളൂ. അൾട്ടിമേറ്റ്ലി അപ്പോഴും ന്യൂറൽ പാത്വയ്ക്ക് വ്യത്യാസമില്ലാത്തതുകൊണ്ട്, സഞ്ചിത ജനിതക ആർജിത കർമ്മത്തിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട്, ന്യൂറൽ പാത്വേ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വീണ്ടും ലൈഫ് പഴയ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ ഇതേ പ്രശ്നത്തിലൂടെ പോയിട്ട് വരും. അപ്പൊ ഇതെല്ലാം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അശ്വം ക്ലാസ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ 3 മെത്തേഡിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ്. കാരണം നമ്മൾ നൈറ്റ് പ്രാക്ടീസസ് വെക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നൈറ്റ് പ്രാക്ടീസ് വെച്ചേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് പാർട്ടി. കാരണം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെ കുറിച്ചുള്ള ബോധം വേണം. ആ ബോധം ഉണ്ടാകാനാണ് നമ്മൾ തിയറി സെഷൻസ് വെച്ചേക്കുന്നത്. ഇനി തേർഡ് പാർട്ടി സർവീസും സെക്കൻഡ് പാർട്ടി സർവീസും നമ്മൾ എന്തിനാ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ എന്തിനാ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എനിക്കറിയാം ഇപ്പം ഞാൻ ഒരു കാര്യത്തെ കാണുന്ന ആംഗിളിലാകില്ല ചിലപ്പോൾ ഒരു 20 വയസ്സുകാരനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു 70 വയസ്സായ അപ്പനോ കാണുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം, ഒരു അസിസ്റ്റൻസ് വേണം. ദേ നീഡ് ആൻ അസിസ്റ്റൻസ് അല്ലെ. ആ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടി മെത്തേഡ്സും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള അപ്പൊ അവർക്ക് ചെറിയൊരു വ്യത്യാസം രാത്രി ഈ പറയുന്ന നമ്മൾ തന്നേക്കുന്ന മറ്റു ഘടകങ്ങളുണ്ടല്ലോ, അതായത് മറ്റ് തിയറി സെഷൻസിലൂടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ഏരിയയും, വാസ്തു, ഹെൽത്ത്, അതേപോലെ തന്നെ സൈക്കോളജി സെഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ സെഷൻസും നമ്മൾ രാത്രി വെക്കുന്നതുകൊണ്ടാണ് ഇത് രണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങളും ഒരേപോലെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും മനസ്സിലാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ അൾട്ടിമേറ്റ്ലി അവൻ ഉദ്ദേശിക്കുന്നത് പോകാൻ പറ്റത്തുള്ളൂ. എളുപ്പ വഴി നോക്കുന്നവൻ എല്ലാവരും തന്നെ എളുപ്പവഴി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒരു ഗോള് കിട്ടിയാൽ മതി, ഗോള് കിട്ടുമ്പോൾ എല്ലാം റെഡിയാവും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇനി ഇവർ എത്ര നാളെടുക്കും, ഇനി ഇവർക്ക് ഇതൊക്കെ മാറ്റി ചിന്തിക്കാൻ എത്ര സമയം എടുക്കും, എത്ര സമയം ഒരു കളഞ്ഞു കുളിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോയെങ്കിലേ അവരുടെ ലൈഫിൽ വ്യത്യാസം വരത്തുള്ളൂ. അതായത് മെഡിറ്റേഷനിൽ അഗ്രഗണ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 12 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ്, അപ്പം മെഡിറ്റേറ്റ് അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് കർമ്മയിൽ വ്യത്യാസം ഇപ്പൊ ആധാരചക്രങ്ങളിൽ ചേഞ്ച് വരുവാണെങ്കിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലൈഫിനെ സ്വാധീനിക്കുന്ന ഡിസിഷൻ ആയിരിക്കണം. എടുക്കത്തില്ല, അവൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇമോഷണൽ ആയിരിക്കും, സൊസൈറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, കാലങ്ങളായിട്ട് ശീലിച്ചേക്കുന്നതായിരിക്കും. എന്താ ഫലം? ഒരു ഫലമില്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയാൽ മതി, ഇപ്പൊ ഭയങ്കര സ്പിരിച്വൽ ഗുരുവാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുമ്പോഴും അവരുടെ ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും വീക്കായിരിക്കും. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഭൗതിക ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണ്. അല്ലാതെ രമണ മഹർഷിയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ജീവിതത്തെ കുറിച്ചല്ല. അത് വേറെ, ഇത് വേറെ. ഇതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകുന്നുണ്ട് കുറച്ച് ആൾക്കാർ. ആ മഹർഷിക്ക് അങ്ങനെ അല്ല, അപ്പൊ എനിക്ക് പറ്റത്തില്ല, ഇതാ പ്രശ്നം. മഹർഷിയും അവനവനും തമ്മിലാണ്, ഗൃഹസ്ഥനെയും മഹർഷിയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ആ ബോധത്തിലാണ് പലരും നിൽക്കുന്നത്. മനസ്സിലായോ? കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്പിരിച്വൽ ന്യൂസുകൾ ചവറ് പോലാണ്. ഏത് മീഡിയ എടുത്ത് നോക്കിയാലും ഇഷ്ടം പോലെ ഉണ്ട്. അത് റിസീവിങ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാതാണ് ട്രാൻസ്മിറ്റിംഗ് ഏരിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പൊ റിസീവിങ് ഏരിയ അവനവന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കാതെ ഇതെല്ലാം കൂടെ സ്വീകരിക്കും. അവസാനം ഇതെല്ലാം കൂടെ ഒരു പരിവമാകും. പിന്നെ അത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടറിയണം. അപ്പൊ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഏത് വഴിയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ തേർഡ് പാർട്ടി മെത്തേഡാണോ, സെക്കൻഡ് പാർട്ടി മെത്തേഡിലാണോ, ഫസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ സൈക്കോളജിയിൽ, അവനവന്റെ ബുദ്ധിയിൽ, അവനവന്റെ ലൈഫിന്റെ കർമ്മയെ മനസ്സിലാക്കി, സോളിനെ മനസ്സിലാക്കി
ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈ പറയുന്ന 5 കൊല്ലവും ഞാൻ അന്ന് പഠിപ്പിച്ചു തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ബേസിക് ക്ലാസ് ഇപ്പോഴും വെച്ചേക്കുന്നത്. കാരണം നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ് അറിയണം, കർമ്മ അറിയണം, മൂന്നാമത്തെ ദിവസം പഠിപ്പിച്ചവർക്കറിയാം, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം നമ്മൾ എന്താ പഠിക്കുന്നത്. അതിപ്പം നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോ വെച്ച് തട്ടി ചോദിക്കുമോ നമ്മൾ ഫസ്റ്റ് പാർട്ടിയാണോ, സെക്കൻഡ് പാർട്ടിയാണോ, തേർഡ് പാർട്ടിയാണോ. സോ ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.